ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമുക്കിവിടെ നിന്നും അപ്സൈഡിലേക്കാണ് നമുക്കൊരു എൻട്രി ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. കാരണം യെസ്റ്റർഡേയും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, ഇന്നും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. യെസ്റ്റർഡേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയി നേരെ ഡൗൺ സൈഡിലേക്കാണ് ഫോളോ ആയത്. സോ ഇന്ന് നമുക്കങ്ങനെ ഉണ്ടാവില്ല, കാരണം മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡിപ്പിൽ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യണം. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ 54,000 എന്ന റേഞ്ചിൽ നിന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. 54,000 എന്ന ലെവൽ ഒന്ന് ക്രോസ് ചെയ്ത് നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഈ റേഞ്ചിൽ നിന്നും നമുക്ക് ലഭിക്കണം. ഇതാണ് നമ്മളുടെ കറൻറ്റുള്ള നമ്മളുടെ പ്ലാൻ, നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നിഫ്റ്റി കൂടി നമ്മൾ ബാക്കപ്പ് ചെയ്യണം. അതാണ് നമ്മളുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നമ്മൾ പ്രോപ്പറായിട്ട് 1:1.5 നമ്മൾ ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി പോലെ ഇതുപോലെ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു 3-4 തവണ അടുപ്പിച്ച് നമുക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റീറ്റെയിൽ ബയേഴ്സ് വരാനുള്ള സാധ്യത ഭയങ്കരധികം കൂടുതലാണ്. അവരുടെ സ്റ്റോപ്പ് ലോസ് കൂടി ഈ വിക്കിന് താഴെ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യും. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓക്കെ, നമുക്ക് ഈ റേഞ്ചിന് താഴെ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ബാങ്ക് നിഫ്റ്റി കൂടി നമ്മൾ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, കാരണം താഴോട്ട് പോയതിന് ശേഷം ആ ഡിപ്പിൽ നമുക്ക് അപ്സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യണം. ഈ 2800 ലെവലിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ടാർഗറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ കറൻറ്റ് ഇന്നത്തെ ഉള്ള നമ്മളുടെ പ്ലാൻ, ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം നമ്മൾ എൻട്രി വെച്ചിട്ടുണ്ട്. 1:1.5 നമ്മൾ ടാർഗറ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ താഴത്തെ റേഞ്ചിൽ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് ഒരു എൻട്രി, നമുക്ക് 54,000 റേഞ്ചിൽ താഴെ നിന്ന് നമുക്കൊരു അപ്സൈഡിലേക്ക് ഒരു എൻട്രി നമുക്ക് ലഭിക്കണം. ഓൾമോസ്റ്റ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. നിഫ്റ്റി കൂടി ഒന്ന് ഈ റേഞ്ചിൽ നിന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം അപ്സൈഡിലേക്ക് തന്നെ. കാരണം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇന്ന് മൂവ് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. നമ്മൾ എൻട്രി അപ്സൈഡിലേക്ക് തന്നെയാണെന്ന്. സോ നമുക്കിവിടെ എൻട്രി എടുക്കാം, കാരണം ഓൾമോസ്റ്റ് നമ്മളുടെ റേഞ്ച് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എൻട്രി പ്ലാൻ ചെയ്യാം, കാരണം ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം പക്ഷേ ഇത് എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇനി നിഫ്റ്റി കൂടി നോക്കി നിൽക്കുകയാണ്, ചിലപ്പോൾ മൂവ്മെൻറ്റ് കയറി പോവും. അത് നമുക്ക് ചിലപ്പോൾ അത് എൻട്രി മിസ്സാൻ സാധ്യതയുണ്ട്. പക്ഷേ നിഫ്റ്റി കൂടി നമുക്ക് നല്ലൊരു എൻട്രി താഴോട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് എൻട്രി വരെ മാത്രമേ നമുക്ക് പോയിൻ്റ് ഉള്ളൂ. സോ നമ്മളുടെ എൻട്രിയിൽ നിന്ന് മാർക്കറ്റ് കുറച്ചധികം നമുക്ക് ഓപ്പോസിറ്റാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്തു, മാർക്കറ്റ് കുറച്ച് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രീമിയം നമുക്ക് ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഘടകമല്ല. ഇവിടെ നിന്നെങ്കിലും മാർക്കറ്റ് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവണം. കാരണം ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ആളുകളുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് പ്ലാൻ. കാരണം നിഫ്റ്റി പക്ഷേ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല, ആ ഒരു വിക്കുകളൊന്നും ക്രോസ് ചെയ്ത് പോയിട്ടില്ല. അതുകൊണ്ട് മേ ബി അവിടെ ഒരു 10% ചാൻസ് ഇനി കുറച്ചുകൂടി താഴോട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ പ്രീമിയം നമുക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് മേ ബി ഹിറ്റാകാം. പക്ഷേ എന്ത് തന്നെ ആയാൽ തന്നെ നമ്മളുടെ എൻട്രി വരെ നമുക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു, എൻട്രി എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് നമുക്ക് 60 പോയിൻറ്റ്സ് എന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ 120 പോയിൻറ്റ്സ് 90 പോയിൻറ്റ്സ് എന്ന ടാർഗറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഹിറ്റ് ആവുകയോ മാത്രം നമുക്കിനി ചെയ്യാനുള്ളതിനകത്ത്. ഇവിടെ നിന്നുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് റിക്കവറായ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അല്ല എങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. ഓൾമോസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. കാരണം നമുക്ക് ഉദ്ദേശിച്ച ഒരു ഇത് വന്നിട്ടില്ല, അവിടെ ഉദ്ദേശിച്ചൊരു മൂവ്മെൻറ്റ് നമുക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളുടെ മാർക്കറ്റ് പ്രീമിയം പ്രത്യേകമായിട്ട് നമുക്ക് ഓപ്പോസിറ്റാണ് മൂവ് ചെയ്തത്. ചില ദിവസങ്ങൾ മാർക്കറ്റ് അങ്ങനെയായിരിക്കും, നമ്മളുടെ എക്സ്ട്രീംലി ഓപ്പോസിറ്റായിട്ട്. കാരണം നമുക്ക് ഇനിയും താഴേക്ക് സ്പേസ് ഉണ്ട്, എന്നാൽ പോലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വന്നു. കാരണം പ്രീമിയം നമുക്ക് പൂർണ്ണമായും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്തത്. പക്ഷേ ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്, ഇതിങ്ങനെ തന്നെയാണിത്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഫേവറബിൾ ആയിരിക്കണമെന്നില്ല. സോ നമുക്കിവിടെ നമ്മളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രി എടുക്കാമെന്നായിരുന്നു. അതിന് പ്രോപ്പറായിട്ട് നമുക്കൊരു റീസൺ ഉണ്ടായിരുന്നു.
കാരണം ഇന്നലെ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, ഇന്നും മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണായി നേരെ മാർക്കറ്റ് ഫോളാണ് ചെയ്തത്. ഇന്ന് മാർക്കറ്റ് ഫോൾ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ ബേസിക് ഫിലോസഫി. കാരണം മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻട്രി എടുത്തു. മാർക്കറ്റ് അപ്സൈഡിലേക്ക് തന്നെ മൂവ് ആകും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ ഒന്നും ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മേ ബി അപ്സൈഡിലേക്ക് നമ്മൾ ടാർഗറ്റിന് മൂവ് ചെയ്യാം. പക്ഷേ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ ഹിറ്റായി, നമുക്കിവിടെ നമ്മൾ എക്സിറ്റ് ആയി. ഇനി ഏകദേശം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യം പോയിൻറ്റ്സ് കൂടി നോക്കാം. എന്തുകൊണ്ടാണ് എൻട്രി എക്സിറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സോറി, റെക്കോർഡ് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ് നമുക്ക് എൻട്രി എടുത്തു. മാർക്കറ്റ് കുറച്ച് നമുക്ക് അവിടെ നിന്നും അപ്സൈഡിലേക്ക് മൂവ് ആകും എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആകും എന്നുള്ളതാണ് പ്ലാൻ. പക്ഷേ മാർക്കറ്റ് കുറച്ച് ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്തത്. കൂടാതെ നമുക്ക് പ്രീമിയം നമുക്ക് ഓപ്പോസിറ്റ് മൂവ് ചെയ്തു. ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി നമ്മൾ ബാക്കപ്പ് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് എക്സിറ്റ് ആകേണ്ടി വന്നു. അറൗണ്ട് 11:30 അടുപ്പിച്ച് എക്സിറ്റ് ആകേണ്ടി വന്നു. നമുക്കിവിടെ എൻട്രി ഇവിടെ ആയിരുന്നു. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിൽ നമുക്ക് എക്സിറ്റായി നമ്മൾ അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ പക്ഷേ നമുക്ക് നോക്കിയാൽ ഈ പോയിന്റിൽ നിന്ന് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് പിന്നെ നമ്മുടെ ആ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ സ്ട്രാറ്റജി എല്ലാം തന്നെ വളരെ കറക്റ്റ് ആയിരുന്നു. പക്ഷേ അഫ്കോഴ്സ് ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഈ ഒരു 10:40 നമ്മൾ എൻട്രി എടുത്തു. അവിടെ നിന്ന് നമുക്ക് 470 അടുപ്പിച്ച് എൻട്രി എടുത്തു. ഇവിടെ നിന്ന് നമുക്കൊരു ടാർഗറ്റ് ഹിറ്റാകുമെന്ന പ്ലാനിലാണ് എടുത്തിരുന്നത്. പക്ഷേ ടാർഗറ്റ് നമുക്ക് അനുകൂലമാണ് മൂവ് ചെയ്തില്ല. 11:30 അടുപ്പിച്ചാണ് നമുക്ക് എക്സിറ്റ് ആവുന്നത്. 4:11 നമുക്ക് 411 നമുക്ക് എക്സിറ്റ് എടുത്തു. അറൗണ്ട് 60 പോയിൻറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുത്തു. അതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രീമിയമാണ് നമുക്ക് ഓപ്പോസിറ്റ് മൂവ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഈ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അറൗണ്ട് 70-80 പോയിൻറ്റ്സ് അടുപ്പിച്ച് മാത്രമേ മൂവ് ചെയ്തുള്ളൂ. കാരണം നമ്മളുടെ കണക്ക് പ്രകാരം അറൗണ്ട് 120 അടുപ്പിച്ച് സ്ട്രൈക്ക് പ്രൈസ്